പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദസത്യങ്ങളെല്ലാം വിക്രത്തെ അറിയിക്കുന്നുണ്ട്. ഞാൻ വിക്രത്തോട് പറഞ്ഞിട്ടില്ലേ, ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലാണ് മുത്തശ്ശൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ഒരാൾക്കും അവകാശമില്ല. നമുക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കാണ് പിന്നെ ഇതിന് അവകാശമുള്ളത് എന്ന് വേദ പറയുകയാണ്. അപ്പം വിക്രം ചോദിക്കുകയാണ്, അതെന്താ വേദ ഇപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താണ്? അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശ്രീകാന്തേട്ടനോ ദീപ്തിക്കോ ഒരു അവകാശവും ഇല്ലെന്ന് വേദ പറയുകയാണ്. അപ്പം ഇതൊന്നും ആദ്യം ശ്രീയേട്ടൻ അറിയത്തില്ലായിരുന്നു. പിന്നെ പിന്നെ പതുക്കെയാണ് ഇങ്ങനൊരു കുരുക്കിനകത്തുള്ള കാര്യം അറിയുന്നത്. അപ്പം അതിനൊരു തടയിട്ടുകൊണ്ടാണ് ശ്രീകാന്തേട്ടൻ ചന്ദ്രശേഖരനും കൂടെ എൻ്റെയും ദർശൻ്റെയും വിവാഹം നടത്താമെന്ന് വിചാരിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്വത്തുക്കളൊന്നും പുറത്തു പോകത്തില്ലല്ലോ, അങ്ങനായിരുന്നു അവരുടെ ഉദ്ദേശം. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ വിവാഹം നടന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ആ സ്വത്തുക്കളെല്ലാം കൈവിട്ട് പുറത്തേക്ക് പോകുമെന്നുള്ളൊരു ചിന്ത അവരിലുണ്ടാക്കി. അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, വീണ്ടും ദർശനമായിട്ടുള്ള വിവാഹം നടത്തണം, ഇതൊക്കെയായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഈ സ്വത്തുക്കളൊന്നും പുറത്തു പോകാൻ പാടില്ല, അതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയാണ്. അപ്പം വിക്രം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബന്ധത്തെ അവരംഗീകരിക്കാത്തത് എന്ന് പറയാണ്. പിന്നെ ശബരിമലയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിക്രത്തോട് ദേഷ്യം കാണിച്ചതും ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ടതും എല്ലാം ഒരാൾക്ക് വേണ്ടിയാണ്. അപ്പം വിക്രം ചോദിക്കാൻ ആർക്ക് വേണ്ടി? അത് ഈ ശ്രീകാന്ത് പറഞ്ഞിട്ടാണെന്ന് പറയാണ്. ശ്രീകാന്ത് എന്നെ ഭീഷണിപ്പെടുത്തി. അതിന് വേറൊരു കാരണമുണ്ട് വിക്രം. അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അച്ഛൻ്റെ ജീവൻ ആപത്തിലാവുമെന്ന് എന്നോട് പറഞ്ഞു. അച്ഛനെ ജീവനോടെ തരുത്തില്ലെന്നാണ് എന്നോട് അയാൾ പറഞ്ഞേക്കുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേ വിക്രം ചാടി എണീക്കുകയാണ്. ആഹാ, ഇത്ര വലിയ ദുഷ്ടനാണോ നിൻ്റെ ആങ്ങള? അവനോട് ചോദിച്ച് കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, ഇതുകൊണ്ടാണ് ഞാൻ വിക്രത്തിനോട് ഒന്നും പറയാത്തതെന്ന് പറയാണ്. ഇപ്പം പോയി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തെളിവുകളെല്ലാം നശിപ്പിക്കും. പിന്നെയും വിക്രം പുതിയ പുതിയ കേസിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. നമുക്കൊരു ജീവിതം വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് വേദ പറയുമ്പോഴത്തേ വിക്രത്തിനൊരു സമാധാനമൊക്കെ ആവുന്നുണ്ട്. അയാളെ കൊടുക്കണം, അയാളെ നമുക്ക് തെളിവോടെ തന്നെ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് വേദ വിക്രത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ശ്രീകാന്താണെങ്കിൽ പുളിക്കനെയും കുത്തിയിട്ട് രക്ഷപ്പെടുകയാണ്. പക്ഷേ അനിയൻകുട്ടൻ ഇതെല്ലാം കണ്ട് പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ജോസഫും ജോണിയും കൂടെ അങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവർ കാണുന്നത് തേറ്റ് കിടക്കുന്ന പുളിക്കനെയാണ്. അവക്കപ്പാടെ അവർ രണ്ടുപേരും ഭയക്കുന്നുണ്ട്. ഈ സമയത്ത് അനിയൻകുട്ടനാണെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ പേടിച്ച് വിറച്ച് ഒളിച്ചിരിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വാസവനും അങ്ങോട്ട് വരുന്നുണ്ട്. പുളിക്കനെ കിട്ടിയല്ലോ, സത്യങ്ങളൊക്കെ തിരിച്ചറിയാവുന്ന രീതിയിലാണ് വാസവൻ വരുന്നത്. വരുമ്പം കാണുന്നത് മരിച്ചു കിടക്കുന്ന പുളിക്കനെയാണ്. അപ്പം ജോണി വന്ന് പറയുന്നുണ്ട്, ജോസഫും കൂടെ ഫുഡ് കഴിക്കാൻ പോയതാണ്, ആ സമയത്ത് ആരോ പുളിക്കനെ കുത്തിയിട്ട് പോയി എന്ന് പറയാണ്. അപ്പം വാസവനാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനാകുന്നുണ്ട്. വാസവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഉടനെ ഫുഡ് കഴിക്കാൻ പോയത്? പുളിക്കൻ്റെ കൂടെ തന്നെ നിൽക്കണ്ടായിരുന്നോ? ആരുമില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അനിയൻകുട്ടനുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അനിയൻകുട്ടനും ഫുഡ് വാങ്ങിക്കാൻ, അവർക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ള ഫുഡ് വാങ്ങിക്കാൻ പോയ സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. അനിയൻകുട്ടൻ വന്നപ്പോഴത്തേക്ക് പുളിക്കനാണെങ്കിൽ കുത്തേറ്റ് കിടക്കുകയാണ്. പാടെ ഇപ്പോൾ ദേഷ്യം വരുന്നുണ്ട് വാസവന്. ആ സത്യം അറിയാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെട്ടല്ലോ എന്ന് വാസവൻ പറയുകയാണ്. നിങ്ങൾക്ക് ഉടനെ ഇവിടെ വന്നിട്ട് പുള്ളിക്കൻ ഒറ്റയ്ക്കൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാനും അല്ലാതെ അവിടെ ഇവിടെയും കറങ്ങി നടക്കേണ്ട വല്ല കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വാസവൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. പക്ഷേ അനിയൻകുട്ടനാണെങ്കിൽ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അനിയൻകുട്ടനാണെങ്കിൽ ജോസഫിൻ്റെ അടുത്ത് പറയാണ്, ഞാൻ കണ്ടതാ ജോസഫേ, ആരാ കുത്തിയത് ഞാൻ കണ്ടത്, വാസവൻ സാറിൻ്റെ അടുത്ത് പറയാം എന്ന് പറയാണ്. അപ്പോൾ ജോസഫ് പറയാണ്, വേണ്ട വേണ്ട, നീ ഇപ്പം പറയാൻ പോകണ്ട, നീ പറയാൻ പോയാൽ ശരിയാവത്തില്ല. അനിയൻകുട്ടൻ പറയണം, എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ, ഞാൻ കണ്ടതാ, ഞാൻ ആരാ ചെയ്തതെന്ന് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അനിയൻകുട്ടൻ കിടന്ന് ബഹളം വെക്കുകയാണ്. അപ്പോൾ ജോസഫ് അനിയൻകുട്ടൻ്റെ വായ പൊത്തിപ്പിടിച്ചിട്ട് പറയണം, നിന്നോട് പറഞ്ഞല്ലേ ഇപ്പം പറയണ്ട, ഇപ്പം ഇവിടെ പുലിക്കനുള്ള കാര്യം എങ്ങനെ അവരറിഞ്ഞ്? അപ്പോൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒറ്റുകാരുണ്ടോ? ഇനി എന്തുവാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, നീ ഇപ്പോൾ ഒന്നും പറയാൻ വേണ്ടി നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അനിയൻകുട്ടൻ്റെ വായ പൊത്തിപ്പിടിക്കുകയാണ്. അനിയൻകുട്ടനാണെങ്കിൽ പേടിച്ച് വരച്ചിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ശ്രീകാന്ത് പുളിക്കനെ കുത്തുന്നത് അനിയൻകുട്ടൻ കണ്ട് അതോടെ ശ്രീകാന്ത് വലിയ താമസമില്ലാതെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി. ഈ സമയത്ത് വേദയുടെ വീട്ടിലാണെങ്കിൽ വിക്രത്തിന് കാലിന് മുറിവൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. ചെയ്ത് കൊടുക്കുമ്പോൾ വിക്രത്തിൻ്റെ അടുത്ത് വേദ ചോദിക്കുകയാണ്, ഇപ്പം വന്ന് ഈ കള്ളനെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ എന്തോ ചെയ്യും? ഈ മുറിയിൽ ഒരാളുണ്ടെന്ന് പലർക്കും സംശയമുണ്ടെന്ന് പറയാണ്. അപ്പോൾ വേദയെടുത്ത് വിക്രം പറയാണ്, കണ്ടുപിടിച്ചാൽ എന്തുവാ, നിന്നെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറയും, ഇതാണ് എൻ്റെ ഭാര്യ, വേണമെങ്കിൽ 2 ഫോട്ടോ എടുത്തോളാൻ പറയാണ്. വേദ ചോദിക്കുകയാണ്, ആഹാ അങ്ങനെയൊക്കെ പറയുമോ? ഇനി അങ്ങനെ പറയാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ വേദ പറയുകയാണെങ്കിൽ എന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ചേർന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്.